നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സംഭവം അതാണ് നീറ്റ്. ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ വേണ്ടപ്പെട്ടതാണ്. പക്ഷേ നമുക്കത് അറിയുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇന്ന് നമുക്ക് രണ്ടാളുകളെ പരിചയപ്പെടാം. ഒരാൾ ഒരു എഞ്ചിനീയറാണ്. അയാൾ എല്ലാ ദിവസവും 1 മണിക്കൂർ മറക്കാതെ ജിമ്മിൽ പോകുന്നുണ്ട്, ട്രെയിനർ വെച്ചിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. മറ്റൊരാൾ നാട്ടുമ്പുറത്തുകാരനാണ്, ജിമ്മിലൊന്നും പോകുന്നേയില്ല, പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും നല്ല ഹാർട്ടിന്റെ ആരോഗ്യം ഉണ്ടാവുക? രണ്ടാമത് പറഞ്ഞ നാട്ടുമ്പുറത്തുകാരനാണ്. ഈ വ്യത്യാസമാണ് നീറ്റ്. നീറ്റ് എന്താണെന്നുള്ളതും ഇതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നു എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നോൺ എക്സർസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്, അതാണ് നീറ്റ് എന്ന് വെച്ചാൽ. എക്സർസൈസ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. നിൽക്കുക, ചെറുതായിട്ട് ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കുക്കിംഗ് ചെയ്യുക, ഡ്രസ്സ് അലക്കുക, കുട്ടികളുടെ കൂടെ കളിക്കുക, സ്റ്റെപ്പ് കയറുക, ഒന്ന് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ ഓരോ താളം പിടിക്കുക, ഇതെല്ലാം ചേർന്നതാണ് നീറ്റ്. ശരീരത്തിലെ എനർജി, കാലറി കത്തിച്ച് കളയുന്നതിൽ നീറ്റിന് വലിയൊരു പങ്കുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശരീരം ഒരുപാട് എനർജി ചെലവാക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR. ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എക്സർസൈസ് ചെയ്യുന്ന ആളുകൾക്ക് എനർജി കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. എക്സർസൈസ് ചെയ്യാത്ത ആളുകളുടെ എനർജി കത്തിച്ച് കളയാനാണ് നീറ്റ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുക. പക്ഷേ ഈ നീറ്റിന്റെ അളവ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. നീറ്റ് ശരീരത്തിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ഏറ്റവും പ്രധാനം, ശരീരത്തിന്റെ മെറ്റബോളിസത്തിന് അത് സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കൊഴുപ്പിനെ രക്തത്തിൽ നിന്നും ഉള്ളോട്ട് വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. മസിലുകൾ ഗ്ലൂക്കോസിനെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നീർക്കെട്ടിന്റെ അളവ് കുറക്കുന്നുണ്ട്. നീറ്റിന്റെ രണ്ടാമത്തെ ഉപയോഗം BP കുറക്കുക എന്നുള്ളതാണ്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകളുടെ BP പലപ്പോഴും കൂടി വരും. മൂന്നാമത്തെ ഉപയോഗം എൻഡോത്തീലിയം എന്ന് പറയുന്ന രക്തധമനിയിലെ തൊലി കേടുവരാതെ സഹായിക്കുന്നു. അത് കാരണം രക്തധമനികൾ നന്നായിട്ട് വികസിക്കുന്നുണ്ട്. രക്തക്കട്ടകൾ കൂടുതൽ ഉണ്ടാവുന്നില്ല. നാലാമത്തെ ഉപയോഗം വിട്ടുമാറാത്ത രക്തധമനികളുടെ നീർക്കെട്ട്, ക്രോണിക് ഇൻഫ്ലമേഷൻ, ഇത് തടയുന്നുണ്ട്. അഞ്ചാമത്തേത്, കൊറോണറി രക്തധമനികളിൽ ഹൃദയത്തിൽ കാൽഷ്യം അടിഞ്ഞു കൂടുന്നത് തടയാൻ നീറ്റ് ഒരുപാട് സഹായപ്പെടുന്നുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും വെറുതെ ഇരിക്കുന്ന ഓരോ മണിക്കൂറിനനുസരിച്ച് കാൽഷ്യം സ്കോർ മോശമാവാനുള്ള സാധ്യത 14% എന്ന് വെച്ചാൽ ഒരു വ്യക്തി 1 മണിക്കൂർ നന്നായിട്ട് ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും ബാക്കി 15 മണിക്കൂർ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. ആറാമത്തേത്, നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ നീറ്റ് അത്യാവശ്യമാണ്. ഇനി എങ്ങനെ നീറ്റിനെ നമുക്ക് ഉപയോഗിക്കാം? പ്രധാനമായിട്ടും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെ നമ്മുടെ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുക, കുറച്ച് ബ്രേക്ക് എടുത്ത് നടക്കുക, കൊളീഗ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയക്കുന്നതിനും മെസ്സേജ് ചെയ്യുന്നതിനും പകരം നടന്നു പോവുക, ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ട് സംസാരിക്കുക, വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വയം ചെയ്യുക, കുട്ടികളുടെ കൂടെ കളിക്കുക, ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്യുക, കുക്കിംഗ് ചെയ്യുക. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം ചുരുങ്ങിയത് 10,000 സ്റ്റെപ്പുകളെങ്കിലും നമ്മൾ നടന്നിരിക്കണം.